ഹലോ ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് 2022 റിലീസായ വീക്ക് ഹീറോ ക്ലാസ് 1 എന്ന ഒരു ആക്ഷൻ ത്രില്ലർ സീരീസാണ്. മൊത്തം 8 എപ്പിസോഡുകളാണ് ഈ സീരീസിലുള്ളത്. അപ്പോൾ നമുക്ക് നേരെ എക്സ്പ്ലനേഷനോട്ട് കടക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ കാണിക്കുന്നത് പരിക്ക് പറ്റി ആംബുലൻസിൽ കിടക്കുന്ന സിയൂണിനെ കാണിച്ചുകൊണ്ടാണ്. അവിടെ പോലീസുകാരൊക്കെ വന്നിട്ടുണ്ടാവും. ലിയോൺ സിയോക്കിനെ കുറിച്ചും അവൻ്റെ ഡീറ്റെയിൽസും ഒക്കെ പറഞ്ഞു കൊടുക്കും. എന്നിട്ട് സിയോണിനോട് അതിനെപ്പറ്റി ചോദിക്കുമ്പോൾ ഞാൻ അവിടെ ഒറ്റക്കായിരുന്നു, വേറെ ആരും ഉണ്ടായിട്ടില്ലെന്ന് പറയും. ഇന്ന് ഉണ്ടായത് യാങ്സുവിനോട് പറയരുതെന്ന് അവൻ ലിയോണിനോട് പറയും. ശേഷം യാങ്സു അവിടെ സിയോണിനെ കുറേ വിളിക്കുമെങ്കിലും അവിടെ ആരും ഉണ്ടാവില്ല. അവിടുന്ന് അവൻ്റെ ഫോണ് സോഫയിൽ തിരികെയതായി അവൻ കാണും. ശേഷം സിയോക്ക് സിയോണിനെ വിളിക്കും. എല്ലാം നിർത്തിക്കോ, യാങ്സുവിനോട് കളിക്കാൻ നിൽക്കണ്ടെന്ന് പറയും. എന്നിട്ട് സിയോണിൻ്റെ കുട്ടിക്കാലം കാണിക്കുന്നു. അന്നൊക്കെ അവൻ്റെ അച്ഛനും അമ്മയും ഇവൻ്റെ പേരിൽ തന്നെ തല്ലുകൂടുമായിരുന്നു. ഇവിടെ അവൻ്റെ അച്ഛൻ ഇതിനെപ്പറ്റി ചോദിക്കുമ്പോൾ ഒന്നുമില്ല, സത്യമായിട്ടും ഞാൻ പടിയിൽ നിന്ന് വീണതാ. അച്ഛൻ സത്യം പറ, എന്തിനാ അങ്ങോട്ട് പോയേ? ഡിസ്ചാർജ് ആയാൽ ഉടനെ തന്നെ നിൻ്റെ സ്കൂൾ ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ എനിക്ക് താല്പര്യമില്ല. നിനക്കെന്താടാ, നീ എന്താ എന്നെ അനുസരിക്കാത്തത്? അവൻ, അച്ഛാ ഞാൻ ആലോചിക്കുകയാണ്, എന്ന് മുതൽ അച്ഛന് എന്നോട് ഇത്ര താല്പര്യം വന്നു തുടങ്ങിയത് എന്ന് ചോദിക്കൂ. ശേഷം സിയോക്കിൻ്റെ അച്ഛൻ്റെ അസിസ്റ്റൻ്റ് അവനെ വീട്ടിൽ നിന്നും കണ്ടുപിടിക്കുന്നു. അവൻ പതുങ്ങിയിരിക്കുകയായിരിക്കും. എന്നിട്ട് വക്കീലിനെ വിളിച്ച് അവൻ ഇവിടെയുണ്ട്, പോലീസുകാരോടും സ്കൂളിലെ പ്രിൻസിപ്പാളിനോടും സംസാരിച്ചു. വക്കീൽ ഫിലിപ്പീൻസിൽ ഒരു സ്കൂൾ കണ്ടെത്ത്, അവനെ പഠിക്കാൻ വിദേശത്തോട്ടയക്കാം എന്ന് പറയും. സിയോക്കിനോട് സിയൂൺ പോലീസിനോടൊന്നും പറഞ്ഞിട്ടില്ല, അവനിതിൽ താല്പര്യവുമില്ല, നിങ്ങൾ കൂട്ടുകാരാണെന്നും പറഞ്ഞു. ശേഷം ക്ലാസ്സിൽ യാങ്സു ഉറങ്ങിയിരിക്കും. ടീച്ചർ അവനെ വിളിച്ചെഴുന്നേൽപ്പിക്കുന്നു. ആ സമയത്താണ് സിയൂൺ വന്നിട്ടില്ലെന്ന കാര്യം അവൻ അറിയുന്നത്. എന്നിട്ട് യാങ്സു സിയൂണിനെ വിളിക്കും. അവൻ എടുക്കുന്നുണ്ടാവില്ല. പകരം ഒരു മെസ്സേജ് ഇടും, കുറച്ച് കുടുംബ പ്രശ്നങ്ങൾ കാരണം കുറച്ച് ദിവസത്തേക്ക് വരാൻ കഴിയില്ല എന്നായിരിക്കും. ശേഷം അവൻ ലിയോണിനെ ചെന്ന് കാണും. നീ എന്താ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത്? അന്നെന്താ എൻ്റെ ബർത്ത്ഡേ പ്രാങ്ക് ആയിരുന്നോ? അല്ല, അന്ന് അങ്ങനെ സംഭവിച്ചതിൽ സോറി. എന്നിട്ട് രാത്രി അവൻ സിയൂണിൻ്റെ ഫ്ലാറ്റിലേക്ക് ചെല്ലും. അവിടെ നോക്കുമ്പോൾ ആരും ഉണ്ടാവില്ല. ശേഷം ക്ലാസ്സിൽ യാങ്സു മറ്റവന്മാരുടെ അടുത്ത് ചെന്ന്, സിയോക്ക് എന്താ സ്കൂളിൽ വരാത്തത്? അറിയില്ല. അപ്പോൾ വിളിച്ചു നോക്കിയില്ലേ? നിങ്ങൾ നല്ല കൂട്ടല്ലേ? അപ്പോൾ അത് സ്വിച്ച് ഓഫ് ആണ്, വേറൊന്നും അറിയില്ല. ഇനി എങ്ങാനും കാണുവാണേ റിപ്പയർ ഫീസ് തരാൻ പറയണം. അപ്പോൾ അവരൊന്ന് ഞെട്ടി, ഏത് റിപ്പയർ ഫീസ് എന്ന് ചോദിക്കുമ്പോൾ മണ്ടക്കൊന്ന് കൊടുക്കും. അവൻ്റെ സ്കൂട്ടറിൻ്റെ ബ്രേക്ക് മുറിച്ചിട്ടത് ഇവരാണെന്ന് അവന് മനസ്സിലായിട്ടുണ്ടാവും. എന്നിട്ട് അവന്മാർ അവനെ വിളിക്കുന്നുണ്ടെങ്കിലും കിട്ടുന്നുണ്ടാവില്ല. സിയൂൺ എന്താ ക്ലാസ്സിലെത്താത്തത്? മരിച്ചുപോയോ? പൊട്ടത്തരം പറയല്ലേ. അങ്ങനെയായിരുന്നെങ്കിൽ ടീച്ചർ അവൻ്റെ ശവസംസ്കാരത്തിന് പോകാൻ പറഞ്ഞേനെ. ഈ സമയം യാങ്സു അവിടെ നിൽപ്പുണ്ടാകും. ഓരോന്നിനെയും നിർത്തി ഒക്കത്തിൻ്റെയും കൂമ്പിലിട്ട് കൊടുക്കാൻ തുടങ്ങും. അതിലൊരുത്തൻ സത്യങ്ങളെല്ലാം പറയും. നിന്നെയായിരുന്നു അവന് കിട്ടേണ്ടിയിരുന്നത്, പക്ഷെ വന്നത് സിയൂണായിപ്പോയി. വുയോങ് എന്നൊരുത്തിന് നിന്നെ അടിക്കാനായി സിയോക്ക് കാശ് കൊടുത്തതൊക്കെ പറയും. ശേഷം അവൻ ലിയൂണിനെ ചെന്ന് കാണും. സിയൂൺ ഏത് ഹോസ്പിറ്റലിലാണെന്ന് ചോദിക്കും. അവൻ ഇന്ന് ഡിസ്ചാർജ് ആയെന്ന് പറയും. എന്തുണ്ടായാലും നീ അറിയരുതെന്ന് സിയൂൺ പറഞ്ഞിരുന്നു, പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. ശേഷം സിയൂണിൻ്റെ വീട്ടിലെ കോളിംഗ് ബെല്ലടിക്കും. ആരാന്ന് ചോദിക്കുമ്പോൾ ഒരു ഡെലിവറിയാണ്. എന്താണാവോ? ദാഹിക്കുന്നു, കുറച്ച് വെള്ളം തരുമോ? അപ്പോൾ തന്നെ അത് യാങ്സു ആണെന്ന് അവന് മനസ്സിലാവും. സുഖമാണോ? ഞാനൊരു സ്ഥലം വരെ പോയപ്പോൾ കയറിയതാ. അവൻ കൈ മറക്കുന്നത് അവൻ ശ്രദ്ധിക്കും. നാളെ ഫൈനൽ എക്സാം എഴുതാൻ വരുന്നില്ലേ? ആ വരണം, നാളെ കാണാമെന്ന് പറഞ്ഞ് അവൻ പോകും. ശേഷം സിയോക്കിൻ്റെ അച്ഛൻ ഈ കാര്യങ്ങൾ അറിഞ്ഞ് അവനെ വന്ന് അടിക്കാൻ തുടങ്ങും. എന്തിനാടാ എന്നെ നാണം കെടുത്തുന്നത്? ഞാൻ പറയുന്നതും കേട്ട് അടങ്ങിയിരുന്നോണം എന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ എന്നു പറഞ്ഞ് അവനെ ചവിട്ടി കൂട്ടാൻ തുടങ്ങും. ഇനി വിദേശത്തേക്ക് പൊക്കോ, ഡ്രഗ് അടിക്കുകയോ ചാവുകയോ നിനക്കിഷ്ടമുള്ളത് ചെയ്തോ, പക്ഷെ നീ എൻ്റെ മോനാണെന്ന് ആരോടും പറഞ്ഞേക്കരുത്. എന്നിട്ട് ഇറങ്ങിപ്പോകാൻ നേരം അസിസ്റ്റൻ്റ് തടയുമ്പോൾ അതൊന്നും വകവെക്കാതെ അവൻ പോകും. ആ ടാക്സിയുടെ ഫോട്ടോ എടുക്കും അയാൾ. ആ നേരം സിയോക്ക് ഫോൺ എടുത്തു നോക്കുമ്പോഴാണ് അതിൽ വന്ന മിസ് കോൾസും മെസ്സേജും കാണുന്നത്. യാങ്സു അവൻ്റെ ഗ്യാങ്ങിനെ മുട്ടുകുത്തി നിർത്തിയുള്ള ഫോട്ടോ അയച്ച് അതിൻ്റെ ഫ്രണ്ട്സിനെ കൊല്ലുന്നതിന് മുമ്പ് ഫോൺ എടുത്തോ എന്നായിരിക്കും അത്. ശേഷം യാങ്സു യോങ്ബിൻ്റെ കൈ ചവിട്ടി ഉരക്കുകയായിരിക്കും. എനിക്ക് സിയോക്കിന് ഇപ്പോൾ കിട്ടണം, അവൻ എവിടെയാണെന്ന് എനിക്കറിയില്ല, വിളിച്ചിട്ട് കിട്ടുന്നില്ല. ആ നേരത്താണ് സിയോക്ക് വിളിക്കുന്നത്. നീ എവിടെയാ? മര്യാദക്ക് വാ, ഒളിച്ചിരിക്കല്ലേ.
എന്നിട്ട് മറ്റവൻ്റെ കൈയും തിരിച്ചൊടിക്കും. ശേഷം സിയോക്ക് വുയോങ്ങിനെ വിളിക്കും. എന്നിട്ട് യാങ് സൂനെ തീർക്കാമെന്ന് പറയും. ഞാൻ കാശ് തരാം. ശേഷം ബോക്സിംഗ് ഒക്കെ നടക്കുന്ന ഒരു സ്ഥലത്തേക്ക് അവനെ വിളിച്ചു വരുത്തും. ശേഷം ലിയൂൺ സിയൂണിനെ വിളിച്ച് നീ യാങ് സൂനോട് സംസാരിച്ചിരുന്നോ? ആ, അവനിന്ന് വീട്ടിലേക്ക് വന്നിരുന്നു. അന്ന് ഉണ്ടായതെല്ലാം യാങ് സു അറിഞ്ഞു. അവൻ ജോലിക്ക് വന്നിട്ടില്ല. കോൾ ചെയ്യുമ്പോൾ ഫോൺ എടുക്കുന്നുമില്ല. അപ്പോൾ തന്നെ എന്തോ ഒരു പന്തികേട് തോന്നും. ശേഷം യാങ് സു അവിടേക്ക് ചെല്ലുമ്പോൾ ആ ഗ്യാങ് മൊത്തം ഉണ്ടാകും അവിടെ. ഇവിടെ എന്താ സിനിമ ഷൂട്ടിംഗ് നടക്കുന്നുണ്ടോ? നീയൊക്കെ എന്താണ് മണ്ടന്മാരെ ഇവിടെ ചെയ്യുന്നത്? സിയോക്ക് എവിടെ? അവനും അവരുടെ കൂട്ടത്തിലുണ്ടാകും. അവനോട് കുറേ ആയാലോ കണ്ടിട്ട്. എന്നോടുള്ള ദേഷ്യം ആ പാവത്തിനോട് തീർക്കണ്ടായിരുന്നു. ഞാൻ നിന്നെ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സോറി. ഞാൻ നിന്നോട് സോറി ചോദിച്ച പോലെ നീ സിയുവിനോടും ലിയുവിനോടും സോറി പറയണം. പറ്റില്ലെന്ന് പറയും. എന്നാൽ സ്വബോധത്തിലേക്ക് വരുന്നതുവരെ ഇടി വാങ്ങിക്കോ എന്ന് പറഞ്ഞ് ഒരെണ്ണം കൊടുക്കും. ആ നേരം വുയോങ് അവനെ റിങ്ങിലേക്ക് വിളിക്കും. ഈ പൊട്ടനാണോ നീ കാശ് കൊടുക്കുന്നത്? അതും എന്നെ വെച്ച്. നിന്നെ ഓർത്ത് സങ്കടം തോന്നുന്നു. ഒരു മിനിറ്റ് ഒന്ന് നിൽക്ക്, ഞാനൊന്ന് വാമപ്പ് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് ചുറ്റുമുള്ള എല്ലാത്തിനെയും അടിച്ച് പൊളിക്കാൻ തുടങ്ങും. വുയോങ്, നീ ഇപ്പോഴും വർക്കൗട്ട് ചെയ്യുന്നുണ്ടല്ലേ? നിന്നെ അന്ന് ഇടിച്ച് പൊളിച്ചതൊന്നും നീ മറന്നിട്ടില്ലല്ലോ എന്ന് യാങ് സു ചോദിക്കും. എന്നിട്ട് റിങ്ങിലേക്ക് കയറും. അത് ലൈവ് സ്ട്രീം കൂടെ ആയിരിക്കും. അങ്ങനെ അവരുടെ ഫൈറ്റ് തുടങ്ങും. അന്നത്തെ ആ ആക്സിഡൻറ്റിൽ അവൻ്റെ കാലിന് ചെറിയൊരു പരിക്കുള്ളത് കൊണ്ട് അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാകും അവന്. ആ അടിക്ക് അവൻ്റെ ബോധം പോകും. സിയോക്ക് ചെന്ന് എന്നെ അവഗണിക്കാൻ നിനക്ക് എങ്ങനെ തോന്നിയടാ? എന്നെ നോക്കി പേടിപ്പിക്കാനും എന്നെ മൈൻഡ് ചെയ്യാതിരിക്കാനും നീ ആരാടാ? യാങ് സു സ്വബോധത്തിലേക്ക് വാടാന്ന് വീണ്ടും പറയുമ്പോൾ ഇത് കേട്ട് ദേഷ്യം വന്ന അവൻ യാങ് സുവിനെ ചവിട്ടി കൂട്ടാൻ തുടങ്ങും. വാടാ, അവൻ്റെ കൂടെ ഇടിക്കാമെന്ന് പറഞ്ഞ് ബാക്കി എല്ലാവരും കൂടെ അവനെ ചവിട്ടി കൂട്ടാൻ തുടങ്ങും. ആ സമയം അവിടേക്ക് അവൻ്റെ വക്കീൽ വരും. എന്നിട്ട് യാങ് സുവിനെ അവർ തട്ടി വിളിക്കുമ്പോൾ അവൻ എഴുന്നേൽക്കുന്നുണ്ടാവില്ല. ഇവൻ ശ്വാസം എടുക്കുന്നില്ലെന്ന് പറയും. ഇത് കണ്ട് അവരെല്ലാം സ്കൂട്ടാവുമ്പോൾ പെട്ടെന്ന് വക്കീൽ, നിങ്ങൾ രണ്ടാളുമാണ് ഇവനെ അവസാനം ഇടിച്ചത്. ഇപ്പോൾ ഓടിപ്പോയാൽ കാര്യങ്ങൾ കൂടുതൽ കുഴപ്പത്തിലാവും. ഞാനിത് കൈകാര്യം ചെയ്തോളാം. അതുകൊണ്ട് ഒന്നും ചെയ്യാൻ നിൽക്കണ്ട. ഇത് കണ്ട സിയോക്കിനും എന്തോ പോലെയാവും. അവനും കുറേ വിളിക്കും. അവർ അവനെയും കൊണ്ട് അവിടുന്ന് പോകുന്നു. ശേഷം യാങ് സുവിനെ കണ്ടോ എന്ന് ചോദിച്ച് ലിയൂൺ സിയൂണുമായി കാണും. അവനെ വിളിച്ചിട്ട് കിട്ടുന്നുണ്ടാവില്ല. അങ്ങനെ വീണ് കിടക്കുന്ന യാങ് സുവിനെയും കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡുകൾ അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത എപ്പിസോഡ് ഞാൻ ഉടൻ വരുന്നതാണ്. ആ എപ്പിസോഡുകളെല്ലാം മിസ്സാവാതിരിക്കാനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.